നമസ്കാരം. പക്ഷമറിയാൻ ജനപക്ഷമറിയാൻ നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ്. ചിത്ര, മാറാക്കര ഗ്രാമപഞ്ചായത്ത് മുൻപുള്ള കക്ഷിനില എങ്ങനെയായിരുന്നു? 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 20 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 16 സീറ്റ് UDF ലഭിച്ചിരുന്നത്. ഇത്തവണ 24 ആയിട്ടുണ്ട്. 4 വാർഡായി മാറിയിട്ടുണ്ട്. 4 വാർഡ് കൂടിയിട്ടുണ്ട്. 16-4 എന്ന നിലയിലായിരുന്നു UDFും LDFും ഭരണം നേടിയിരുന്നത്. ഒരുപാട് വികസനം എത്തിയ ഭാഗങ്ങളുണ്ട്, എത്താത്ത ഭാഗങ്ങളുണ്ട്. എല്ലായിടത്തും ഉണ്ടാകുന്ന ആദ്യത്തെ കാര്യം കുടിവെള്ള പ്രശ്നം തന്നെയായിരിക്കും. പിന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥയും ആണ് നാട്ടുകളിലെ പൊതുവേ നമ്മൾ മുൻപ് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് ഭരിച്ചിരുന്ന പാർട്ടി UDF ആണല്ലോ. അവർ എന്തെല്ലാം ചെയ്തു, അവരിനി മുന്നോട്ട് വെക്കാൻ പോകുന്ന ആശയം എന്താണെന്ന് നമുക്ക് UDF നേതാക്കളോട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അതെ, UDF നേതാക്കളെയും അണികളെയും നമുക്ക് നേരിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാം. ചോദിച്ചറിഞ്ഞ് ഒരുപാട് നേതാക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവരുടെ അടുത്ത് അങ്ങ് പോയി നോക്കാം. നമസ്കാരം. നമ്മുടെ ചിഹ്നം പടയൊരുക്കം ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാറാക്കര പഞ്ചായത്തിലെ 16-ാം വാർഡ് കാടാമ്പുഴയിലാണ്. ഇവിടെ ഒരു UDFൻ്റെ സൗഹൃദ സംഗമം നടക്കുകയാണ്. നേതാക്കന്മാരും അണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയസാധ്യതകളെക്കുറിച്ച്. നമ്മുടെ കൂടെ ഉള്ളത് ഈ 16-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി KP സുരേന്ദ്രനാണ്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രചരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി വഹീദ ഇവിടെ ഉണ്ട്. അതേപോലെ തൊട്ടടുത്ത വാർഡിൽ 12-ാം വാർഡിൽ മത്സരിക്കുന്ന സുചിത്ര ഉണ്ട്. 5-ാം വാർഡിൽ മത്സരിക്കുന്ന സിദ്ദിഖ് ഉണ്ട്. 21-ാം വാർഡിൽ മത്സരിക്കുന്ന രാജു. ഇത്രയും സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ MP സമദാൻ സാഹിബ് ഇവിടെ എത്തും. അദ്ദേഹത്തെ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശരിക്ക് വികസനം തന്നെ ചർച്ച ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചവരാണ്. പഞ്ചായത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ 5 വർഷം കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ UDFൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയത്തക്ക വികസനം എന്ന് പറഞ്ഞാൽ നമുക്കിടെ പൊതു ശ്മശാനമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ അടുത്ത പഞ്ചായത്തുകളിൽ പോലും അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ നേട്ടമായിട്ട് കഴിഞ്ഞ ഭരണസമിതി ഉയർത്തി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ബഡ് സ്കൂള്, അത് വലിയ സൗകര്യങ്ങളാണ് അവിടെ. അങ്ങനെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ അടക്കം ഒട്ടേറെ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് വരാനുണ്ട്. പക്ഷേ ഇവിടുത്തെ വാർഡിലേക്ക് എത്തിക്കഴിയുമ്പം ഇവിടെ കഴിഞ്ഞ 20 കൊല്ലത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ് ഈ വാർഡുള്ളത്. കാടാമ്പുഴ ടൗൺ വാർഡ്, പ്രത്യേകിച്ച് ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശം, അതിൻ്റെ പരിസരങ്ങളിൽ എല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കാര്യമായ ഒരു വികസനവും കുറേ കാലങ്ങളായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. UDFൻ്റെ കാലത്തെ ജനപ്രതിനിധികൾ, MLA, പ്രിയപ്പെട്ട MP, അതേപോലെ 2010-15 കാലഘട്ടങ്ങളിൽ ഞാനും പ്രിയപ്പെട്ട വഹീദയും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥികളായിരുന്നു ഇവിടുന്ന്. ആ സമയത്ത് ഉണ്ടായ വികസനങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ 5 കൊല്ലം ഈ വാർഡിൽ ഒരു പുതിയ റോഡ് പോലും വെട്ടിയിട്ടില്ല. ഒരു പുതിയ റോഡില്ല. അതുപോലെ വ്യവസായ രംഗത്തോ അല്ലെ സ്ത്രീകളും കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വയോജനങ്ങൾക്കോ യുവാക്കൾക്കോ വേണ്ടിയ ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്യാനോ നടപ്പിലാക്കാനോ കഴിയാതെ ഇങ്ങേറ്റം പഞ്ചായത്ത് മെമ്പർ സാധാരണ മീറ്റിങ്ങുകളിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് പോയി ഒപ്പിട്ടിട്ട് പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ മെമ്പറിന് ഇത്രയും കാലത്തെ അവസ്ഥയുള്ളത്. ഞങ്ങൾ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതൊരു സിറ്റി വാർഡാണ്. കാടാമ്പുഴ ടൗൺ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പദ്ധതികളുണ്ട്. അതുമാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ഇവിടെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത്, അതിന് പ്രത്യേകമായി ഇത്തവണ കാടാമ്പുഴ ഡിവിഷൻ എന്നുള്ള പേരിലാണ് ഇത്തവണ ഈ ഡിവിഷൻ അറിയപ്പെടാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് അതിലേക്ക് മത്സരിക്കുന്നതാണ് ശ്രീമതി വഹീദ. അത് തന്നെ പറയാം, ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ട്. കാടാമ്പുഴ ടൗൺ എന്ന് പറഞ്ഞാൽ കാടാമ്പുഴ എന്ന പ്രദേശമല്ല, അതിൻ്റെ പേര് തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ പേര് കൊടുക്കാനൊരു കാര്യം. ആദ്യമായിട്ടാണ് കാടാമ്പുഴയ്ക്ക് ജില്ലാ ഡിവിഷൻ പേര് വരുന്നത്. അതോടൊപ്പം വാർഡിൻ്റെ ഡിവിഷനും കാടാമ്പുഴയാണ്. അങ്ങനെ കൊടുക്കാൻ തന്നെ കാരണം
വലിയൊരു ഒരു ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കാൻ പോവുക. വികസന രംഗത്തെ വലിയൊരു കാഴ്ചപ്പാടോടുകൂടി, അങ്ങനെ പേരോടും കൂടി ഞങ്ങൾ ഇത്തവണ ഡിവിഷൻ മാറ്റം ഉണ്ടാവുമോ? എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? ഈ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോഴൊക്കെ അവർ സംതൃപ്തരാണോ? ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങളൊക്കെ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ വാർഡിലേക്കുള്ള വികസനങ്ങൾ മാത്രമല്ല, പൊതുവിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്തെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, അല്ല അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ശബരിമല വിഷയമായിട്ട് വരുന്നുണ്ട്, സ്വർണ്ണപ്പാളി വിവാദം വിഷയമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാടാമ്പൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അതൊന്നും ഇപ്പം വെളിച്ചത്ത് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടെ UDF കൃത്യമായൊരു സമീപനം സ്വീകരിച്ചാണ് പോകുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്നൊരു സംവിധാനം എന്ന നിലയ്ക്ക്, എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു പോകുന്നൊരു സംവിധാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കതൊക്കെ ഗൗരവത്തോടുകൂടി കാണേണ്ടി വരും. അപ്പം വികസനം ചർച്ച ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതും കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ പിന്നെ പ്രാദേശിക വികസനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ വളരെ പരാജയമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ വാർഡിലെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ പഞ്ചായത്ത് മൊത്തം എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ജില്ല മൊത്തം എടുത്താലൊക്കെ ഐക്യജനാധിപത്യ മുന്നണി വികസന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും കാലാകാലങ്ങളായി UDFൻ്റെ കയ്യിലുള്ള പഞ്ചായത്ത് പ്രതിപക്ഷത്തോ വാർഡിനോട് ഒരു അവഗണന എന്ന് ആരോപിച്ചാൽ അങ്ങനെ ആരോപണമില്ല. കാരണം ഈ വാർഡിൽ വികസനമൊന്നും എത്തിയില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ വാർഡിനെ പൂർണ്ണമായും ഭരണപക്ഷം തള്ളിക്കളഞ്ഞു എന്നും കൂടി ആരോപിച്ചു. അല്ല, അങ്ങനെ അർത്ഥമില്ല. കാരണം വെച്ചാൽ ഓരോ പഞ്ചായത്തിലെയും പദ്ധതികൾ ഓരോ വർഷവും ഉണ്ടാക്കുമ്പോൾ, ഇപ്പം ഇവരും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞാനും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കുറേ കാലം ഇരുന്നാണ്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ വാർഡ് തല പിന്നെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ എല്ലാ വാർഡും തുല്യമായിട്ടല്ലേ പദ്ധതി തയ്യാറാക്കുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലും അത് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളിലും കൃത്യമായി അത് എന്താ പറയുക, അത് പിന്നെ ചെയ്യുമ്പോൾ, അതായത് അത് എന്തായാലും പറയുക, അത് പൂർത്തീകരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ജനപ്രതിനിധിയുടെ സാന്നിധ്യം. അത് മാത്രമല്ല, പെൻഷനുകൾ, അതോടൊപ്പം പിന്നെ മറ്റു കാര്യങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് ഒരു റോഡും തോടും മാത്രമല്ലല്ലോ, ഒട്ടേറെ കാര്യങ്ങൾ വേറെ ചെയ്യാൻ കഴിയും. അത് ആ കാര്യത്തിലൊക്കെ വളരെ വളരെ മെമ്പറെ ആരും കാണാൻ തന്നെ ഇല്ല. ഇതിന് മുമ്പത്തെ ജനപ്രതിനിധി ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ വാർഡിൽ അദ്ദേഹത്തിന് ഒരു ഫോറം പൂരിപ്പിക്കണമെങ്കിൽ ഇവിടെ വാർഡുകളിൽ ഒരാൾക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ചെന്ന് പൂരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു കുറേ മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു, ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരെയൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ, അവർക്കൊക്കെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ, അല്ലെങ്കിൽ നിരവധി യുവാക്കളുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടുന്ന ഒരു പദ്ധതി, അതൊന്നും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ജനപ്രതിനിധിയുടെ റോളാണ്. ഇനി വരാൻ പോകുന്ന മാറാക്കര പഞ്ചായത്തിലെ ഭരണസമിതി അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇവിടെ സർക്കാരിൻ്റെ ഒരു ബാംബു കോർപ്പറേഷൻ്റെ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. മുൻ MLA KT ജലീലായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം അതിപ്പോൾ പൂർണ്ണമായി അടച്ചുപൂട്ടുന്നൊരു സാഹചര്യമുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നീക്കുപോക്ക് പോലും അതിൽ നിന്നുണ്ടായിട്ടില്ല. അത് പരിപൂർണമായിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയില്ല. പഞ്ചായത്തിൽ അതെ, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇപ്പം മാറാക്കര പഞ്ചായത്തിൽ ഇപ്പം കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് ഉണ്ട്. കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് അടിസ്ഥാനപരമായിട്ട് അതിന് സ്ഥലം കണ്ടെത്തിയത് മുതൽ, അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കുന്ന UDFൻ്റെ കാലത്തുണ്ടായ വികസനമാണ്. അവിടെ ഇപ്പോൾ KT ജലീൽ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ വികസനം ഇത്തവണത്തെ പഞ്ചായത്തോടെ ചെയ്യുകയാണ്. ഇതായിപ്പം ടേക്ക് ആൻഡ് ബ്രേക്ക് അടക്കമുള്ള, ഇനി അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോവുക. അപ്പോൾ അതൊക്കെ UDF തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ KT ജലീൽ ഇവിടെ ജനപ്രതിനിധിയായ സമയത്ത് ഒരുപക്ഷെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കി, അല്ലാന്നുണ്ടെങ്കിൽ ബാംബു കോർപ്പറേഷൻ വന്നു, അത് തുടർന്നും അതിൻ്റെ ബാധ്യതയില്ല. സർക്കാർ ഇപ്പോൾ 10 കൊല്ലമായിട്ട് LDF അല്ലേ ഭരിക്കുന്നത്. ഈ കാര്യങ്ങൾ അടച്ചു പൂട്ടപ്പെട്ട വ്യവസായം തുറന്നു പ്രവർത്തിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമില്ലേ? MLAയുടെ നിലപാടാണ്. MLAയുടെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ മൂടാൽ ബൈപ്പാസ് MLAക്ക് കൊടുക്കുന്ന ഫണ്ട്, ഈ CPMൻ്റെ വിവേചനം എന്താ? ഈ 140 നിയോജക മണ്ഡലത്തിലെ UDF MLAമാർക്ക് കൊടുക്കുന്ന ഫണ്ടാണോ LDFന് കൊടുക്കുന്നത്? ടോക്കൺ വെക്കണ പരിപാടിയല്ലേ ഇവിടെ നടക്കുന്നത്. ഒരു റോഡിൻ്റെ 1 കോടി രൂപയ്ക്ക് റോഡിൻ്റെ വികസനത്തിന് എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ ഒരു രൂപ അല്ലെങ്കിൽ 100 രൂപ ടോക്കൺ വെച്ചിട്ടാണല്ലോ അപ്രൂവൽ കൊടുക്കുന്നത്. സംഖ്യ വേണ്ടേ? ഈ മൂടാൽ ബൈപ്പാസ് ഇത്രയും വൈകിച്ചാരാ? MLA അല്ലല്ലോ കൊടുക്കണ്ടേ ഫണ്ട്. അതൊക്കെ ഇനി ചർച്ച ചെയ്യുമ്പോൾ പ്രാദേശിക വിഷയങ്ങളിൽ. പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കഴിഞ്ഞു. 2010 ഞാനിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായിരുന്ന കാലത്താണ് ഇവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്. ആ കുടിവെള്ള പദ്ധതി ഇപ്പോഴും ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. തിരുനാവായ കുടിവെള്ള പദ്ധതിയോ? തിരുനാവ് കുടിവെള്ള പദ്ധതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതിന് പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധി വെച്ചാൽ
പഞ്ചായത്ത് അതിലെ കാര്യത്തിൽ ഇവിടെ LDF ആണെന്ന് വിചാരിച്ചിട്ട് വ്യത്യാസം കാണിച്ചിട്ടില്ല. മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി പാസ്സാക്കിയ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് നിർമ്മിച്ചാണ്. തൊട്ടടുത്ത കുടിവെള്ള പദ്ധതി എക്സ്റ്റൻഷൻ ലൈൻ ഇവിടെ അടുത്തുണ്ട്. അതൊക്കെ നിങ്ങൾ മൊത്തം പഠിച്ചോളി. ഞാനീ പറഞ്ഞത് ഒരു കള്ളമില്ല. പ്രത്യേകിച്ചും UDF തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ അതോ കോൺഗ്രസിൻ്റെയോ ആയിരിക്കുമോ മുൻ ചെയർ ഉണ്ടായിരിക്കുക? അങ്ങനെ ഒരു ചെയറില്ല. പാർട്ടി സംവിധാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊരു ചെയറുണ്ട്. അതാണ് ചെയർ. അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചേരുന്ന ഒരു ചെയറുണ്ട്. അതല്ലാതെ എന്ത് ചെയറാന്ന് എന്നൊരു അങ്ങനെ ഉദ്ദേശിച്ച് അത് നിലവിലൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഞങ്ങൾക്കൊക്കെ അറിയാം. അതിന് തുടർന്ന് പുനഃസംഘടിപ്പിക്കണോ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ആഫ്റ്റർ ഇലക്ഷൻ ഞങ്ങൾ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും അക്കാര്യത്തിലില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന KP വഹീദ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താ മാമിന് പറയാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? എങ്ങനെയായിരിക്കും വിജയ സാധ്യതയൊക്കെ? ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ വീട് നിൽക്കുന്നത് രണ്ടത്താണിയിലാണ്, കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ്. അത് ഈ ഡിവിഷനിൽ ഉൾക്കൊള്ളുന്നില്ല. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കാടാമ്പുഴ എന്ന ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. കാരണം അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മതേതര മുഖം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാടാമ്പുഴ എന്ന പേരിൽ മുമ്പൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്കാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും എനിക്ക് സുപരിചിതരാണ്. ഞങ്ങൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ. അന്ന് മാറാക്കര പഞ്ചായത്തിൽ ഒത്തിരി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ആളുകളൊക്കെ എനിക്ക് പരിചയമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ഫേവറായിട്ടുള്ള ആണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവരെന്നെ വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കും എന്നുള്ള പ്രതീക്ഷ ഓരോ ദിവസവും എനിക്ക് കൂടി വരുന്നുണ്ട്. ഇന്നിപ്പോൾ കുറേ ആളുകളെയൊക്കെ പോയി കണ്ട് എല്ലാ വീടുകളും കയറാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ആളുകളെ സ്ഥാപനങ്ങളെ എന്താണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? ജനങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു തരാമെന്ന് ഞാൻ അങ്ങോട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഉള്ളത്. ഇതുവരെയുള്ള ഒരു ഭരണ നേട്ടം എന്നത് എന്തൊക്കെയാണ് എടുത്തു പറയാൻ? ഇതുവരെ ഞാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ പഞ്ചായത്തിൻ്റെ നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാണ്. അവിടെ ഓൾമോസ്റ്റ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ പ്രതിപക്ഷത്ത് ഞങ്ങൾക്ക് അവിടെ 5 മെമ്പർമാരുണ്ടായിരുന്നു. അവിടെ ഞാൻ എല്ലാവരോടും പറയാറുള്ളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എല്ലാവരുടെയും ആണ് എന്നാണ്. ആ രീതിയിൽ തന്നെയാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ അവിടെ കുടിവെള്ളം, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് അവിടെ പഞ്ചായത്തിൽ അവർ സന്തോഷത്തോടു കൂടി ഓവർ കോൺഫിഡൻസോടു കൂടിയാണ് ഇലക്ഷനെ നേരിടുന്നത്. ആ ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കും ഇവരുടെയൊക്കെ മുന്നിൽ വരുമ്പോൾ അതങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 5ാം വാർഡിൽ എങ്ങനെയുണ്ട് വോട്ടർമാരെങ്ങനെ? 5ാം വാർഡിലെ വോട്ടർമാരെ ഏകദേശം ഒരു പ്രാവശ്യം വീടുകളൊക്കെ കയറി ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യം UDF സർക്കാർ എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ നൽകിയിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ഒരു AC ഫിറ്റ് ചെയ്തു എന്ന കാരണത്താലൊക്കെ പെൻഷൻ തള്ളിയിട്ടുണ്ട്. ആ ഒരു വികാരമൊക്കെ ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീട് നിർമ്മിക്കുന്ന ഒരാൾക്ക് അവരുടെ പെർമിറ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചു. 100 ഇരട്ടിയോളാണ് അത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിലൊക്കെ ജനങ്ങൾ നല്ല അസംതൃപ്തരാണ്. അതൊക്കെ വോട്ടായിട്ട് മാറും. 24 മാറാക്കര പഞ്ചായത്തിലെ 24 വാർഡുള്ളത്. ആ 24 വാർഡും UDFന് അനുകൂലമായിട്ടാണ് മുന്നേറുന്നത്. 21 എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു പുതുമുഖമാണ്. ഞാൻ നിൽക്കുന്ന വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നൂറ്റാണ്ടായിട്ട് അവിടെ ഒരു കുടുംബാധിപത്യം അവിടെ ഭരിച്ചിരുന്നത്. ഏട്ടനും അഞ്ചിനും അങ്ങനെ ആ ഒരു ലെവലിലായിരുന്നു പോയിരുന്നത്. പക്ഷെ അവിടെ വികസനം എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ല. കാരണം റോഡായാലും പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റ് എന്ത് ഇതായാലും അവിടെ അവർ ഒരു സംഗതിയും ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ ഓരോ മേഖലയിലും ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകൾ അവർക്കെതിരായിട്ടുള്ള ഒരു പ്രകടനമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും? ഇത്തവണ മാറ്റം ഉണ്ടാവും. അതാണ് അവിടെ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. അവർ മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ മുന്നിലേക്ക് വെക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് വാഗ്ദാനം അവരെന്തോ ആവശ്യപ്പെടുന്നത് അത് നല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് പരിഹരിക്കുന്നത് അതായിരിക്കണം. ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കും കുടിവെള്ളത്തിന്? തീർച്ചയായിട്ടും. പറയാനുള്ളത് അവിടുത്തെ ഒരു വിജയസാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ വാർഡാണ്. ഞാനും പുതിയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ
ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. പിന്നെ അവിടെ എതിർപക്ഷം എന്ന് പറഞ്ഞാൽ തീവ്രവാദം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഞാൻ വികസനം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കൊപ്പം ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാനുണ്ടായൊരു സാഹചര്യം ഇഷ്ടമായിരുന്നു രാഷ്ട്രീയം. പിന്നെ ഒരുപാട് വർഷമായിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുട്ടികളുടെ നോക്കി അങ്ങനെ ഒതുങ്ങി കൂടിയൊരു ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് പാഴാക്കിയില്ല. എതിർ സ്ഥാനാർത്ഥികളൊക്കെ അനുഭവ സമ്പത്തുള്ളവരാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നേരിടാൻ? അങ്ങനെ പേടിയൊന്നുമില്ല. നമുക്ക് നമ്മളുടെ അറിവിനനുസരിച്ച് നമ്മൾ പോരാടും. അവിടേക്ക് കൊണ്ടുവരാൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയായിരിക്കും? വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു സ്ത്രീ കൂട്ടായ്മ അത് വേണം. സ്ത്രീകൾ അകത്തളങ്ങളിൽ അടക്കപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തേക്കൊരു നോട്ടം, അതാണ് ആകെ ലക്ഷ്യം. 20-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ടാണോ? അതെ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത്. നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി UDF ആണ് അവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നത്. UDFൻ്റെ വാർഡായിട്ടാണ് ഇതുവരെ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ UDF തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ്. എല്ലാ വികസനങ്ങളിലായാലും എന്ത് കാര്യങ്ങളിലായാലും നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ അടുത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തവണ വിജയിക്കുക എന്നുള്ളൊരു ഉറച്ച വിശ്വാസം, 100% നല്ല ഉയർന്ന വിശ്വാസമുണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ. ഒരു അഭിപ്രായ വ്യത്യാസം. കൗൺസിലറായി വരികയാണെങ്കിൽ വാർഡിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന വികസന തുടർച്ച നമ്മളെ വാർഡിൽ ജനങ്ങളുടെ അർഹതപ്പെട്ടവരിലേക്ക് അവകാശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എല്ലാ ജനങ്ങളിലേക്കും കയറി ചെന്ന് അവരുടെ ഓരോ വീട്ടിലെ ഓരോരോ ആളുകളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. വാർഡിലെ ജനങ്ങളൊക്കെ സംതൃപ്തരാണോ? അവർ വീണ്ടും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ കഴിഞ്ഞ മെമ്പർ വരെ ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളായിട്ടാണ് അവിടെയുള്ളവർ. നല്ല ആശ്വാസമാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ കഴിഞ്ഞ മെമ്പറെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. പഴയ പഞ്ചായത്തും ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്തും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു പുതിയ ജനറേഷനാണ്. നമ്മളെ കാലം എന്ന് പറയുമ്പോൾ എല്ലാം ഓഫ്ലൈനാണ്, പക്ഷേ ഇപ്പോൾ ഓൺലൈനാണ്. സേവനങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. അന്ന് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം ഇന്ന് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല പിന്നെ അന്നത്തെ ഒരു രീതിയിലല്ല അന്നത്തെ വികസനം. ഒരുപാട് മാറ്റമുണ്ട്. പദ്ധതി സമർപ്പിക്കലും പദ്ധതി തയ്യാറാക്കലും അതിൻ്റെ സ്ക്രൂട്ടിനിയും ഇംപ്ലിമെൻറ്റും ഒക്കെ അങ്ങനെയാണ്. ആ രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വികസന കാഴ്ചപ്പാട് തന്നെ ഒരു 10 വർഷമായി വലിയ മാറ്റം വന്നിട്ടുണ്ട്, സംശയമില്ല. എന്താണ് ഈ മാറാക്കര പഞ്ചായത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മാറാക്കര പഞ്ചായത്തിൽ ഇനിയും ഒരുപാട് വികസന വിഷയങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ ഇനിയും ബേസിക്കായിട്ടുള്ള ഒരുപാട് പ്രധാന പദ്ധതികൾ വരേണ്ടതുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇനിയും പുതിയ ചെറുപ്പക്കാരെ ഞങ്ങൾ UDF നിർത്തിയിട്ടുള്ളത്. അവർക്കൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭംഗിയായി ഞങ്ങൾക്ക് പഴയ കാലത്ത് നേതൃത്വം കൊടുത്ത ആ ഒരു കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ആശയങ്ങൾ നടപ്പാക്കാൻ പുതിയ തലമുറക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ 16-4 ഇപ്പോൾ 4 വാർഡ് കൂടി ചേർന്നു. ഇപ്പോൾ ഏകദേശം എന്തൊരു വിജയപ്രതീക്ഷയാണ് ഉള്ളത്? ഈ പ്രാവശ്യത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ 24-24 24-24 100% UDF ആണ്. അത്രയും വലിയ ട്രെൻഡാണ് മാറാക്കരയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു UDFൻ്റെ ഒറ്റക്കെട്ടായുള്ള മാറാക്കരയിലൊരു യാത്ര? മാറാക്കരയിലൊരു UDFന് അനുകൂലമായിട്ടുള്ളൊരു നല്ല അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് കാണുന്നത്. എന്താണ് വീണ്ടും ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് മാറാക്കരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മാറാക്കരയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വികസനം തന്നെ നടപ്പാക്കിയിട്ടുള്ളത്. എല്ലാ മേഖലയിലും, സേവന മേഖലയിലും മറ്റു വികസന കാര്യങ്ങളൊക്കെ തോടൊപ്പം സേവന മേഖലയിലും വലിയ താല്പര്യമാണ്. ആശുപത്രി ആയാലും ബഡ്സ് സ്കൂളായാലും മറ്റു സ്ഥലങ്ങളില്ലാത്ത വിധത്തിലുള്ള ശ്മശാനം, ഇവിടെ ഒരു ഹൈന്ദവ സമൂഹത്തിലെ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശ്മശാനം. അതും പൂർത്തിയായി കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ടും ഒരു കളിസ്ഥലം, ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അത് പരമാവധി പഞ്ചായത്ത് ശ്രമിച്ചതാണ്. പക്ഷേ ചില കേസുകളും കാര്യങ്ങളും അകപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അത് കേസ് പരിഹരിക്കാൻ പറ്റുമോ നോക്കും. അതല്ലെങ്കിൽ വേറെ സ്ഥലം കണ്ടെത്തി എല്ലാ മേഖലയിലുള്ള കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്റ്റേഡിയങ്ങൾ
മൾട്ടിപർപ്പസ് സ്റ്റേഡിയം മാറാക്കരയിൽ ഉണ്ടാക്കാനാണ് പ്രധാന ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓരോ വീടിൻ്റെ മുറ്റത്തേക്കും റോഡ് പണ്ട് നമ്മൾ 100 മീറ്ററാണ് ഇപ്പോൾ 50 മീറ്ററോളം 75 മീറ്ററോളം ആയി ഓരോ വീട്ടിൽ. 50 മീറ്ററിൽ കൂടെ നടക്കേണ്ട ഒരു വീട് മാറാക്കരയിലില്ല. 100% വീടുകളിലേക്കും റോഡ്, അതല്ലെങ്കിൽ നടപ്പാത, കോൺക്രീറ്റോ ടാറിങ്ങോ ഉള്ള വഴികൾ. എങ്ങനെയുണ്ട് ഒരു വിജയപ്രതീക്ഷ? ഞങ്ങളെ അമിതമായ കാര്യങ്ങൾ പറയല്ല, വിലയിരുത്തിക്കൊണ്ട് വോട്ടർപട്ടികയൊക്കെ പഠിച്ച് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു പ്രാഥമിക വിവരം കിട്ടിയപ്പോൾ എല്ലാ വാർഡിലും നല്ല വിജയപ്രതീക്ഷയാണ് എല്ലാവരും നമ്മുടെ പ്രവർത്തകരൊക്കെ പ്രകടിപ്പിക്കുന്നത്. പുതിയ വാർഡ് വിതരണം കഴിഞ്ഞ് വന്നതാണ്. എല്ലാ വാർഡുകളിലും നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. 14ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഉമ്മറലി കരേക്കാടാണ് നമ്മളുടെ കൂടെ ഉള്ളത്. വൈസ് പ്രസിഡൻ്റായിരുന്നു മാറാക്കര പഞ്ചായത്തിലെ. വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങുകയാണ്. ഈ 14ാം വാർഡിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് ഇവിടെ പൊതുവെ അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയുണ്ട് ആളുകളെ കണ്ടപ്പോൾ? നല്ല പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം ഇടതുപക്ഷം കൊണ്ട് നടന്നിരുന്ന, സ്വന്തമാക്കി വെച്ചിരുന്ന ഒരു വാർഡ് കഴിഞ്ഞ തവണ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിച്ചൊരു വാർഡാണ്. ആ വാർഡിലേക്കാണ് പാർട്ടിയും മുന്നണിയും എന്നെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് ആയിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നൊരു ഇതും കൂടിയുണ്ട്. എല്ലാ വികസനവും ആ വാർഡിൽ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഒരു പഞ്ചായത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സജിത നന്നേങ്ങാടൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കാരണം 15 വർഷക്കാലം, അതിനു മുമ്പുള്ള 15 വർഷക്കാലം ആ ഒരു വികസനത്തിൻ്റെ വെളിച്ചം പോലും എത്തി നിൽക്കാത്ത ഒരു വാർഡായിരുന്നു ഈ ചുള്ളിക്കാട് വാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ അതുവരെ അവർ കൈപ്പിടിച്ച LDF മുന്നണിയെ തൂത്തെറിഞ്ഞുകൊണ്ട്, അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയൊരു വിജയം അവിടെ നേടിക്കൊടുക്കാൻ സാധിച്ചത്. ആ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടുള്ള ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പരമാവധി കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം. വോട്ടർമാർ പിന്നെ വലിയ ആവശ്യങ്ങളൊക്കെ അവിടെ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷം കൊണ്ട് കഴിയാവുന്ന പരമാവധി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് റോഡുകളുടെ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അവിടെ ഇനി തീർക്കാനുള്ളത്. ഏകദേശം വിജയപ്രതീക്ഷ എങ്ങനെയുണ്ട്? നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. വൈസ് പ്രസിഡന്റ് ആയിരുന്നു, വിജയിക്കുകയാണെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? അത് പാർട്ടിയും മുന്നണിയൊക്കെ പിന്നെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് വിജയിക്കുക എന്നുള്ളതാണ്. പാർട്ടി നിയോഗിച്ചത് ആ ഒരു വാർഡിൽ നിന്ന് വിജയിച്ചെടുക്കുക, UDFൻ്റെ ഒരു മെമ്പർ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് മെമ്പർ ആവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് മാറാക്കര എന്ന് പറയുമ്പോൾ താങ്കൾ പഠിച്ചു വളർന്ന ഒരു ഏരിയ, കോട്ടക്കൽ മാറാക്കര എന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല. എങ്ങനെയുണ്ട് UDFൻ്റെ ഒരു പടയോട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? UDF എല്ലാ സ്ഥലത്തും വളരെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയും. ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു, നാട്ടുകാരെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും UDFന് അനുകൂലമാണ്. കാരണം ജനങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും വികസനപരമായിട്ടും ജനക്ഷേമകരമായ പദ്ധതികളുടെ കാര്യത്തിലും അതിലൊക്കെ അപ്പുറം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഐക്യം, ഒരു മമത, അതിനൊക്കെ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എതിർപക്ഷത്തിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സ് UDFൻ്റെ കൂടെയാണ്. പിന്നെ നല്ല പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളും അവർ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്നു താങ്കൾക്ക് മാറാക്കര പഞ്ചായത്തിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഈ മാറാക്കരയെക്കുറിച്ച്, പ്രത്യേകിച്ച് കാടാമ്പുഴ പോലെയുള്ള ഒരു സ്ഥലം, ക്ഷേത്രവും പള്ളികളും എല്ലാം ഉള്ള ഒരു മത. അതെ, നമ്മളെപ്പോഴും UDF ഈ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ സഹവർത്തിത്വം, സാമുദായിക മൈത്രി, അതിനെയാണ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മറക്കാൻ കഴിയില്ല. അതോടൊപ്പം വികസനവും, കേരളം ഏറ്റവും നല്ല വികസനം കണ്ട ഒരു ഘട്ടമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലം. കാടാമ്പുഴയിൽ ജനങ്ങൾ ഒരുപാട് പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമെന്ന് പറയാവുന്ന സ്ഥലം കൂടിയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മാറാക്കര പഞ്ചായത്തിലും നല്ല വികസനവും പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ബോർഡ് നടത്തി. ഇവിടെ ആദ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ വരുന്നത് ഞാൻ MLA ആയിരുന്നപ്പോഴാണ്. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുന്നവർക്ക്, അവരുടെ തീർത്ഥാടകരുടെയൊക്കെ സുരക്ഷിതത്വത്തിന്, അവരുടെയൊക്കെ ഒരു പല കാര്യങ്ങളുണ്ടാവുമല്ലോ.
അതിന് അങ്ങനെ ഒരു ഇത് വേണമെന്ന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ പലതും ഇവിടുത്തെ റോഡുകൾ കാര്യങ്ങൾ പഞ്ചായത്തിലായാലും ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഈ വഴിക്ക് ഇപ്പോൾ എത്ര ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു കേടുമില്ലാതെ കോട്ടക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ പ്രദേശങ്ങളിൽ എപ്പോഴും വികസനം കൊണ്ടുവന്നത് UDF ആണ്. അത് പഞ്ചായത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനത്ത് പൊതുവിലാണെങ്കിലും അതൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനമനസ്സ് UDFൻ്റെ കൂടെയാണ്. എന്താണ് ഇനി നമുക്ക് കാടാമ്പുഴയിലേക്ക് വേണ്ടത്? കാടാമ്പുഴയിലേക്ക് വേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. പല കാര്യങ്ങളും ഇനിയും വേണ്ടതുണ്ട്. അത് തീർച്ചയായും നമ്മുടെ UDF ഇനിയും ഒരു കഴിഞ്ഞ കാലത്ത് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് UDF അടുത്ത ജില്ലാ പഞ്ചായത്ത് അത് തീർച്ചയായിട്ടും അതുപോലെ അത് ഇനിയുള്ള ഭാവി കാലത്തേക്കുള്ളൊരു അജണ്ട UDF തയ്യാറാക്കും. സാറിന് മറക്കാനാവാത്ത ഒരു അനുഭവം എന്താ മാറാക്കരയെക്കുറിച്ച്? മാറാക്കര എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ UP സ്കൂൾ ഇവിടെയാണ്, ഹൈസ്കൂൾ ഇവിടെയാണ്. എൻ്റെ ഗുരുനാഥന്മാരും വലിയ ഗുരുനാഥന്മാരൊക്കെ ഇവിടെയാണ്. മാധവ നമ്പൂരി മാഷ്, ഭ്രാന്തരി മാഷ്, പരമേശ്വരൻ മാഷ്, ദാമോദരൻ മാഷ്, രാഘവൻ മാഷ്, കൃഷ്ണൻ നായർ മാഷ്. അത് ഞാൻ അവസാനം പറയാൻ പോവാണ്. അവസാനം പറയണത് ആ പറഞ്ഞ അനുഭവം അതിനോടുള്ളതാണ്. ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കോട്ടക്കലെ MLA ആയിട്ട് മത്സരിച്ചപ്പോൾ എൻ്റെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ ഗുരുനാഥനായിരുന്നു കൃഷ്ണൻ നായർ മാഷ്. അതുതന്നെയാണ് ഏറ്റവും വലിയ അവിസ്മരണീയമായ കാര്യം. വിജയപ്രതീക്ഷ ഇവിടെ വിജയം പ്രതീക്ഷ മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ കണ്ടില്ലേ ഉണ്ണിക്കുട്ടനെ പോലുള്ള വളരെ പ്രഗത്ഭരായ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ തന്നെ ജനമധ്യത്തിൽ പല രംഗത്ത് സേവന രംഗത്തുള്ളവരാണ്. അവർ പുതുതായിട്ട് വരുന്നവരോ വേറെ ഏതെങ്കിലും കെയർ ഓഫിൽ കടന്നു വരുന്നവരോ ഒന്നുമല്ല. അവർ ജനങ്ങൾക്കിടയിൽ വർഷങ്ങളായി ചിലർ പതിറ്റാണ്ടുകളായി പല രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ എന്നതിൽ സ്ഥാനാർത്ഥിത്വവും ഇതാ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്. അവർ കൽപ്പഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ നമ്മുടെ അവർ ഭരണരംഗത്തും പൊതുരംഗത്തുമെല്ലാം ഇപ്പോൾ നമ്മളെ ഞാൻ അതിലേക്കൊന്ന് കൂട്ടിച്ചേർക്കാം. ഞാൻ ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചെയർമാൻ ആരാന്നറിയോ? എൻ്റെ സഹപാഠിയാണ്. മാറാക്കര ഹൈസ്കൂളിൽ ഞങ്ങൾ ഒറ്റ ബെഞ്ചിൽ ഇന്നോലെ ഇരുന്നവരാണ്. മാറാക്കര പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളും പ്രതിനിധികളുമാണ് നമ്മോടൊപ്പം ഉള്ളത്. അവരോട് നേരിട്ട് ചോദിച്ചറിയാം ഇത്തവണത്തെ LDFൻ്റെ ഈ മാറാക്കര പഞ്ചായത്തിലെ ഒരു വിജയ സാധ്യതയെക്കുറിച്ച്. ഇത്തവണത്തെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? പ്രചരണ പ്രവർത്തനം വളരെ ഗംഭീരമായി മുന്നിട്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഒരു ഇലക്ഷനിൽ 4 സീറ്റായിരുന്നു LDF നേടിയിരുന്നത്. അതിൽ ഏറ്റവും കാടാമ്പുഴ ടൗൺ എന്ന് പറയുന്നത് LDFൻ്റെ കയ്യിലായിരുന്നു 20 വർഷമായിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിധി എങ്ങനെയായിരിക്കും വരിക? അത് തുടർന്നു പോവുമോ? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 4 സീറ്റ് കിട്ടിയാലും ഞങ്ങൾക്ക് പരാജയപ്പെട്ടത് ഒന്ന് 10ാം വാർഡിൽ ഞങ്ങൾ 12 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. ഈ 23ാം വാർഡ് 26 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ 12ാം വാർഡ് പരാജയപ്പെടുന്നത് 18 വോട്ടുകൾക്കാണ്. അങ്ങനെ ചെറിയ വോട്ടുകൾക്ക് 50-ൽ താഴെയുള്ള 8 വരുന്ന സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഒരു സംശയവും വേണ്ട, ആ വാർഡുകളിലൊക്കെ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് വിജയിക്കുമെന്ന കാര്യമാണ് പറയാനുള്ളത്. പിന്നെ ഒന്ന് കാടാമ്പുഴ വാർഡ് ഞങ്ങൾക്ക് വളരെ നന്നായി ഞങ്ങളെ പ്രവർത്തനം മുന്നിട്ടിരിക്കുന്ന വാർഡാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായുള്ള പ്രദീപ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ഒരു വെല്ലുവിളിയും അവിടെ സംബന്ധിച്ച് മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഒരു വെല്ലുവിളിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ CPIഎമ്മിൽ നിന്ന് ഒരുപാട് അണികളുടെ കൊഴിഞ്ഞുപോക്ക് അത് തടയാൻ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നോക്കുകയാണെങ്കിൽ 5 വർഷക്കാലത്തിനിടയ്ക്ക് CPIയിൽ നിന്നും ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് കൊഴിഞ്ഞു പോയിട്ടുള്ളത്. സമീപകാലത്ത് പോയിട്ടുള്ള 2 പേരാണ്. അല്ലാതെ വേറെ ഒരാൾ പോലും CPIഎമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയതായിട്ടില്ല.
അതിനുപരിയായിക്കൊണ്ട് UDF-ലുള്ള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിരവധി പ്രവർത്തകർ ഞങ്ങൾ പാർട്ടിയിലേക്ക് വന്നതുകൊണ്ട് UDF സംവിധാനം വിട്ടൊഴിഞ്ഞുകൊണ്ട് രണ്ടത്താണിയിലെ 24-ാം വാർഡിൽ 150ഓളം വരുന്ന ലീഗ് പ്രവർത്തകരാണ് ഈ UDF-ൻ്റെ മുന്നണി സംവിധാനം മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ മരുതിഞ്ചിറ 4-ാം വാർഡിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ UDF സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ സഹായിക്കുമെന്ന വാഗ്ദാനമാണ് ഞങ്ങൾക്ക് നൽകിയത്. അതെ, വന്ന ആളുകളെ കൺവെൻഷനുകളിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളൊരു ആരോപണങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഇരുത്തിയില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ വരുന്നുണ്ടാവും. സ്ഥാനാർത്ഥികളാണ് ഉദ്ദേശിച്ചത്. സ്ഥാനാർത്ഥികൾ ഇത്തവണ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷത്തിൻ്റെ LDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരുണ്ട്, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, LDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. ഇങ്ങോട്ട് വന്ന ആളുകളെ ഞങ്ങൾ LDF നിരുപാധികം പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. അവരെ പിന്തുണയ്ക്കുക, അവർക്ക് വേണമെങ്കിൽ LDF-ൻ്റെ ഭാഗമായി നിൽക്കാം, വേണ്ടെങ്കിൽ LDF-ൻ്റെ ഭാഗമായി നിൽക്കേണ്ടതുമില്ല. ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഡിമാൻഡോ കാര്യം വെച്ചിട്ടല്ല അവരുമായി. പക്ഷേ വിജയിക്കുകയാണെങ്കിൽ LDF-ൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വിജയ പ്രതീക്ഷ? തീർച്ചയായിട്ടും 63 വർഷക്കാലത്തെ UDF സംവിധാനം ഇത്തവണ മാറിമറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോഴത്തെ വാർഡിൻ്റെ ഘടനയും ജനങ്ങളുടെ വികാരവും ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് UDF എടുത്തിട്ടുള്ള ആ നിലപാടുകൾക്ക് ജനം എതിരായി വോട്ട് ചെയ്യാൻ, UDF-നെതിരായി വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച് പറയാനുള്ളത്. വിജയിച്ച് വരികയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഈ ഒരു പഞ്ചായത്തിലേക്ക് കൊണ്ടുവരിക? തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 63 വർഷക്കാലം മാറാക്കര പഞ്ചായത്ത് ഭരിച്ച UDF സംവിധാനത്തിൽ നമ്മുടെ തൊട്ട പുറകിലുള്ള PSC ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമായി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതി അല്ലാതെ പഞ്ചായത്തിൻ്റേതായി ഒന്നും തന്നെ നാളെ ഇതുവരെ ചെയ്തിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഭൂമി ഉദ്ദേശിച്ച വികസനത്തിന് വേണ്ടി സൗകര്യമുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് മാറാക്കരയാണ്. 2.5 ഏക്കറോളം ഭൂമി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനകത്തൊരു 10 പേരെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യം ഇതുവരെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിനകത്ത് ഒരു കിടത്തി ചികിത്സ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും. അത് ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതിനാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. 2, ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഫുട്ബോൾ, കായിക രംഗങ്ങളിലൊക്കെ മികവുറ്റ പ്രകടനം നടത്തുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയ്ക്കകത്ത് ഈ മാറാക്കരയിൽ നിരവധിയായ പദാർത്ഥങ്ങൾ സൂചിപ്പിച്ച 16-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ പ്രദീപിൻ്റെ മകനടക്കം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇറ്റലിയിൽ പോയിട്ട് അവിടെ അവൻ്റെ കരുത്ത് തെളിയിച്ചു വന്നതാണ്. അത്തരം കരേക്കാട് നെല്ലോളി റഫീഖിൻ്റെ മകൻ അതേമാതിരി വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരനാണ്. അത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ അവർക്കൊരു പരിശീലനം നേടാൻ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇതുവരെ ഈ മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശമുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ വേണമെന്ന്. അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആദ്യം ഞങ്ങൾ ആശുപത്രി, രണ്ടാമത് ഈ നാട്ടിലെ യുവാക്കൾക്ക് അവരുടെ കായികക്ഷമത ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ നല്ലൊരു കളിസ്ഥലം തയ്യാറാക്കും എന്നുള്ളതിനാണ്. പിന്നെ മൂന്നാമതായിട്ട് തൊഴിൽ യൂണിറ്റുകൾ. നമുക്കറിയാം, കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ സംവിധാനത്തിലൂടെ നിരവധിയായുള്ള തൊഴിൽ യൂണിറ്റുകൾ മറ്റു പഞ്ചായത്തുകളിലും ജില്ലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗും UDF സംവിധാനം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് അതിന് യാതൊരു വിധത്തിലുള്ള പ്രയോറിറ്റിയും കൊടുക്കാതെ അതൊരു നാരായണത്ത് കല്ലെടുക്കുന്നൊരു പദ്ധതിയായി മാറ്റിയത്. ഞങ്ങൾ വിജയിച്ചു വന്നാൽ 24 വാർഡിലും സ്ത്രീകളുടെ അവരുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തൊഴിൽ യൂണിറ്റുകളും എല്ലാ വാർഡിലും 24 വാർഡിലും തൊഴിൽ യൂണിറ്റുകൾ കൊണ്ടുവരും. ഒരു 10 പേർക്കെങ്കിലും മിനിമം തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള സംവിധാനം ഏർപ്പെടും. ഈ 20 വർഷമായിട്ട് നമ്മുടെ കാടാമ്പുഴ വാർഡ് ഭരിക്കുന്നത് LDF തന്നെയാണ്. അവിടേക്ക് ഒരു വികസനം എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെറും വ്യാജമായ പ്രചരണം. ആ വാർഡിലേക്ക് കൊണ്ടുവന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? യാതൊരു അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വസ്തുതയില്ല. ഗ്രാമപഞ്ചായത്തിനകത്തെ പ്രധാനപ്പെട്ട മെയിൻ റോഡുകളെല്ലാം വളരെ നന്നായി അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ട്, റബ്ബർ ചെയ്തിട്ടുണ്ട്, റീടാർ ചെയ്തിട്ടുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്, അംഗൻവാടികളുണ്ട്. പ്രാഥമികമായൊരു വാർഡിനകത്ത് എന്താണോ വേണ്ടത് അതെല്ലാം 14-ാം വാർഡിനകത്തുണ്ട്. മറിച്ച് അതിനേക്കാൾ വളരെ മോശമായ അന്തരീക്ഷമുള്ള വാർഡുകളാണ് ഭരണകക്ഷിയുടെ പല വാർഡുകളും.
ഇപ്പോൾ ഉദാഹരണമായിട്ട് 10-ാം വാർഡ് ജാറത്തിങ്ങൽ വാർഡൊക്കെ വളരെ മോശമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതിനേക്കാളൊക്കെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ളൊരു വാർഡാണ് 14-ാം വാർഡ്. അത് ബോധപൂർവമായൊരു പ്രചരണം കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വാർഡാണ്. പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനമില്ല. ഈ വാർഡ് വിഭജനം വന്നിരിക്കുകയാണ്. ഇപ്പോൾ 24 വാർഡായിരിക്കുകയാണ്, 20-ൽ നിന്ന് 24 വാർഡായിരിക്കും. അപ്പോൾ അത് LDFന് വിജയസാധ്യത കൂട്ടുമോ, സീറ്റിൻ്റെ എണ്ണം കൂടുമോ, അങ്ങനെ എന്താണ് പ്രതീക്ഷ? വളരെ മികച്ച പ്രതീക്ഷയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 4 വാർഡുകളാണ് വർദ്ധിച്ചിട്ടുള്ളത്. 24 വാർഡുകളുണ്ട്. ആ വാർഡിനകത്ത് ഭൂരിപക്ഷം വാർഡുകളും പിന്നെ LDF നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. 15 സീറ്റുകളിൽ ഞങ്ങൾക്ക് മികച്ച വിജയപ്രതീക്ഷയുണ്ട്. മാറാക്കരയുടെ മണ്ണും മനസ്സും ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന വളരെ ഭംഗിയായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് സ്റ്റാർ മാറാക്കര എന്ന് പറയുന്ന ഇതിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാണ്? റെഡ് സ്റ്റാർ വളരെ നന്നായി ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കില്ലേ. ആതുര സേവന രംഗത്ത് ഇത്ര മികച്ച ഒരു മാതൃകാപരമായ സ്ഥാപനം ജില്ലക്കകത്ത് തന്നെ ഇല്ല. ആ രൂപത്തിലേക്കാണ് പോകുന്നത്. പിന്നെ പാവപ്പെട്ട കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുറിവുകൾ പിന്നെ കിട്ടുന്നു. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഡ്രിപ്സ് കൊടുക്കുന്നു. അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ വളരെ നന്നായി കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് വളരെ മാതൃകാപരമായ ജില്ലക്കകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്നതാണ്. കിഡ്നി പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ അടക്കം നമ്മളാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. അവരൊക്കെ സൗജന്യമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. 5-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ വാർഡിലെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ 5-ാം വാർഡിലെ മേൽമുറി വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് വോട്ട് ചോദിക്കുന്നത്. നിലവിൽ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞും മാത്രം മതി ജനങ്ങളായിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്. അതവർ ഉൾക്കൊള്ളും. പ്രബുദ്ധരായ എൻ്റെ വാർഡിലെ ജനങ്ങൾ അത് കൈക്കൊള്ളും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം അവർ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. മെയിനായിട്ട് ഗതാഗതം. ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് ഒരു കാടാമ്പുഴ പോയി വരണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പോയി വരണമെങ്കിൽ 100 രൂപ ഓട്ടോ വിളിച്ച് പോകേണ്ട ഒരു ഗതികേട്. ഒരു ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനോ അതൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. മുട്ടയും പാലും, സ്കൂളുകളിൽ TV, ഫ്ലഡ്ലൈറ്റ് കലാമാമാങ്കങ്ങൾ തുടങ്ങി കേരളത്തിൽ തന്നെ മാതൃകാപരമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ മുൻ മെമ്പറാണ് താങ്കൾ. ഇത്തവണ മുൻപുണ്ടായിരുന്ന വൈസ് പ്രസിഡൻറ്റുമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു വാർഡിലെ കാര്യങ്ങൾ? പിന്നെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ മത്സരിക്കുന്നു. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജാബിർ. ആദ്യമായി എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ കുറച്ചു കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളോത്സവം ഫ്ലഡ്ലൈറ്റിലാക്കിയതാണ് പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം. അതിനുശേഷമാണ് കേരളത്തിലുള്ള വിവിധ പ്രദേശങ്ങളിൽ കേരളോത്സവമൊക്കെ ഫ്ലഡ്ലൈറ്റിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ നിലവിൽ ഞാൻ മത്സരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ 15 വർഷത്തിന് മുമ്പത്തെ 15 വർഷക്കാലം 15-ാം വാർഡിൽ ഞാനും അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ 15 വർഷക്കാലത്തെ ഈ ഭരണത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന മെമ്പർ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കുത്തക വാർഡ് മുസ്ലിം ലീഗ് പിടിച്ചെടുത്തതായിരുന്നു. UDF പിടിച്ചെടുത്ത വാർഡ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു കുത്തക വാർഡൊന്നുമല്ല. അവിടുത്തെ ജനങ്ങളുടെ കുത്തകയാണ്, അല്ലാതെ വേറെ പാർട്ടിയുടെ കുത്തകയൊന്നുമല്ല. ജനങ്ങളുടെ കുത്തക എന്ന നിലയിൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജനം വീണ്ടും വിജയിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ കഴിഞ്ഞ ഇലക്ഷനിൽ ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല, വല്ലാത്ത എന്താ പറയുക വാഗ്ദാനങ്ങളായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 10-25 പേർക്ക് അംഗനവാടിയിൽ ജീവനക്കാരാക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിരവധി റോഡുകൾ, അങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് എന്താ പറയുക ഒരു വികസന പദ്ധതി നടപ്പായിട്ടില്ല. ഞാനിപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ചപ്പോൾ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ വാർഡ്, അതേ അവസ്ഥ തുടരുന്നു. അതിലേറെ മോശമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അംഗനവാടിയിൽ മുട്ടയും പാലും ഉണ്ടോ? അംഗനവാടിയിൽ മുട്ടയും പാലും നമ്മൾ ആ കാലത്ത് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത്
പിന്നെ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം ആ പദ്ധതി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരളോത്സവം പക്ഷേ അന്ന് തുടങ്ങിയത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു നാട്ടിലെ യുവാക്കൾക്ക് കുറച്ച് വെയിൽ കൊള്ളാതെ കേരളോത്സവത്തിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ധാരണ പുറത്താണ് തുടങ്ങിയത്. ഇപ്പോൾ കേരളോത്സവത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നു. കേരളോത്സവം ഏറ്റവും കളർഫുള്ളാക്കിയത് ആ കാലത്താണ്. അതുപോലെ ടി.വിയുടെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് അന്നത്തെ കാലത്ത്? അത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഉപയോഗിച്ച് ക്ലാസ് മുറികൾക്ക് നമ്മൾ പിന്നെ സർക്കാർ ക്ലാസ് മുറികളൊക്കെ സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറികളെല്ലാം തന്നെ സ്മാർട്ട് TV വെച്ചുകൊണ്ടാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്ന ഒരു പദ്ധതി വെച്ചത്. അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ സീലിംഗ് ഫാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം പൊതുവിദ്യാലയങ്ങളിലും എല്ലാ ക്ലാസ്സിലും തുടക്കം കുറിച്ചത് ആ കാലത്താണ്. മാറാക്കര ഗ്രാമപഞ്ചായത്ത് UDF അല്ല, ആ കാലത്ത് കുറച്ചു കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് പറ്റുന്ന സമയത്ത് നടപ്പാക്കിയ ചില ആശയങ്ങളാണ്. അത്തരം ആശയങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോകും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ വാർഡിലൊരു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരുമെന്നുള്ളൊരു ഓഫർ ഞാൻ അവിടെ വെച്ചിരുന്നു. അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക. യഥാർത്ഥത്തിൽ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഈ ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലും ഓരോ ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയും. അതിനുള്ള ഒരു ഇഷ്ടംപോലെ ഫണ്ടും വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു വർഷം 25 കോടി രൂപ വിവിധ ഹെഡുകളിലായിട്ട് ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നുണ്ട്. അതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാം. പക്ഷേ അതിനനുസരിച്ചുള്ള പദ്ധതികളൊന്നും ഏകദേശം ഒരു 75 ലക്ഷം രൂപയുടെ പദ്ധതി ഒരു വാർഡിലെത്താലോ. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പിന്നെ ഏറെ പ്രതീക്ഷയിലാണ്. വലിയ വലിയ എന്താ പറയുക പ്രതിഷേധത്തിനുമാണ്. ആ പ്രതിഷേധം വോട്ടായി മാറും. ഈ ഗ്രാമപഞ്ചായത്തിൽ LDF അധികാരത്തിൽ ഒരു 13-14 സീറ്റ് എന്നുള്ളതിലേക്ക് എത്തുമോ? 14 സീറ്റും മറികടന്ന് പോയേക്കാം ഒരു പക്ഷേ. കാര്യം അത്രമാത്രം പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടുപന്നി ശല്യം. ഈ കാട്ടുപന്നി ശല്യം പറപ്പൂരയിൽ എല്ലായിടത്തും കാട്ടുപന്നി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ തെരുവുനായകളെക്കാട്ടിലും കൂടുതൽ കാട്ടുപന്നികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട് പിറകിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു 5-6 കാട്ടുപന്നികൾ പകൽ സമയത്ത് അവരിങ്ങനെ മേഞ്ഞ് നടക്കുക. അത് ആ കാട്ടുപന്നികൾ അക്രമകാരികളാണ്. അതുപോലും തീർക്കാൻ കഴിഞ്ഞില്ല. കാര്യം കാട്ടുപന്നികളെ തുരത്താൻ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അത് വേട്ടയാടാൻ പറ്റുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള വേട്ടക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒന്ന് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർ കൃത്യമായ പണി ചെയ്യും. അതിന് വേണ്ട ചെറിയ പൈസ ചിലവാക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകൻ ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണമേറ്റ് ഇപ്പോഴും മിംസ് ആശുപത്രിയിൽ ICUയിൽ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ ലങ്സിൽ ഭയങ്കര അതിഭീകരമായ രീതിയിൽ ഇൻഫെക്ഷൻ വന്ന് അത് വലിയ മേജർ സർജറിയിലേക്ക് വിധേയമാണ് പോകുന്നത് ആ കുട്ടി. അങ്ങനെ കാട്ടുപന്നിയുടെ അക്രമം കാരണം നിരവധിയായ ആളുകൾ ഇവിടെ പ്രയാസപ്പെടുന്നുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും ചുരുങ്ങിയത് കുറച്ചെങ്കിലും പ്രതിബദ്ധത ജനങ്ങളോട് കാണിക്കണമല്ലോ. അത് കാണിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അവർക്കെതിരെയുള്ള ജനവികാരം ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ കഴിഞ്ഞ ഈ ടേം ഇപ്പോൾ നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറായതിനു ശേഷം നമ്മുടെ വാർഡിലുള്ള ഏകദേശം എല്ലാ റോഡുകളും ശരിയാക്കി നൽകാമെന്നാണ് പറഞ്ഞത്. 15 വർഷക്കാലം അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡിലേക്ക് ലഭിക്കുന്ന വിഹിതം മാത്രം നമുക്ക് ലഭിച്ചിരുന്നത്. അതുപയോഗിച്ച് ആ വാർഡിലുള്ള ഞാൻ മനസ്സിലാക്കുന്ന 80% റോഡിൻ്റെ പ്രയാസങ്ങൾ ഞാൻ തീർത്തിയിരുന്നു. ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ പുതിയ മെമ്പർ വന്നതിന് ശേഷം റോഡുകളെല്ലാം അതേപോലെയാണ്, കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞൊന്ന് മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് ഇൻ്റർലോക്ക് പാകി എന്നുള്ളതാണ്. അവരുടെ വീട്ടിലേക്കുള്ള വഴി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വഴി ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടത് അവർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സമയത്ത് iPhone എഴുതി വാങ്ങി എന്നുള്ളതാണ്. iPhoneൻ്റെ ഒരു തിരിച്ചടച്ചൊന്നും കേൾക്കുന്നുണ്ട്. യഥാർത്ഥം എനിക്കറിയാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വാർഡിലുള്ള ആളുകളുടെ യാതൊരു പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല. 15 വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വളരെ മോശമാണ് എന്നുള്ള വ്യാജമായ പ്രചരണമാണ് അവിടെ നടത്തിയത്. ഞാൻ ആകെ ഭയക്കുന്നത് ആ വാർഡിൽ എനിക്കൊരു ഭയം എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഇവർ എന്ത് നുണപ്രചരണം നടത്തും എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രീതിയിലല്ല അവർ ഇലക്ഷൻ നേരിടാനുള്ളത്. അത് അവർ എങ്ങനെയാണ് ഈ ഇലക്ഷനിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ആശങ്ക എനിക്കുണ്ട്. കാര്യം എന്തു നുണയും അവർ പടച്ചുവിടുന്നുള്ളതാണ്. കമ്മ്യൂണലാണെങ്കിൽ കമ്മ്യൂണൽ എന്താണോ വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിപരമായിട്ട് ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവർ പടച്ചുവിടും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രയാസം കൂടി അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ജനാധിപത്യ രീതിയിലല്ല അവർ സാധാരണ ഇലക്ഷൻ നേരിടാറുള്ളത്. എന്നാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വിജയിക്കും, പ്രതീക്ഷയല്ല, ജനങ്ങളുടെ വിജയമാണല്ലോ, തീർച്ചയായിട്ടും വിജയിക്കും.
ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 2ാം വാർഡ് സ്വന്തം സ്ഥാനത്തേറ്റത്. എൻ്റെ പേര് ഫാത്തിമ അൻവർ. ആദ്യമായിട്ടാണോ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അതെ, ആദ്യമായിട്ട് തന്നെയാണ്. എന്താണ് ഒരു പ്രചോദനം ഈ ഒരു രംഗത്തേക്ക് വരാനുണ്ടായത്? ഞാൻ കുറേ പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അറിയാം. 2ാം വാർഡത്തെ ഒരുവിധ ആൾക്കാരൊക്കെ അറിയാം. വാർഡിലെ ഓരോ വീടുകളും വീട്ടുകാരെയൊക്കെ പരിചയമുണ്ടല്ലേ? ഒരുവിധമൊക്കെ പരിചയമുണ്ട്. പരിചയം ഇല്ലാത്തതുണ്ട്. അവിടെ കയറിയപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവ് പ്രതികരണം തന്നെയാണ് ഉള്ളത്. എന്തെല്ലാമാണ് ആ വാർഡിലെ പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ കുറേയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വാർഡ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും തുടരണം എന്നുള്ളതാണ്. ഒരു വികസന തുടർച്ച ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? എൻ്റെ പേര് ജസീല. ഞാൻ 23ാം വാർഡിലാണ് മത്സരിക്കുന്നത്. എന്തൊക്കെയാണ് വാർഡിൽ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? ജനങ്ങൾ പൊതുവെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ. പിന്നെ ആവശ്യപ്പെടുന്നത് ഒന്നാമത് ഗതാഗതം, അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ കുടിവെള്ള പ്രശ്നമാണ് ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞത്. കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവർ പറഞ്ഞ പ്രശ്നം ഗതാഗതമാണ്. അപ്പോൾ നമുക്കവിടെ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ആ റോഡിൻ്റെ അവസ്ഥ. ഈ 5 വർഷമായിട്ട് ആ റോഡിന് ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മുതൽ പ്രാവശ്യം നമ്മൾ ജയിക്കുകയാണെങ്കിൽ എന്തായാലും അതൊക്കെ ശരിയാക്കാന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? എൻ്റെ പേര് ഫരീദ. ഞാൻ 2ാം വാർഡിലാണ് ഉള്ളത്. മത്സരിക്കുന്നത് 3ാം വാർഡിലാണ്. ഓരോ വോട്ടർമാരെയും ചെന്ന് കണ്ടോ? നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം? അവിടെ 63 വർഷമായിട്ട് ലീഗുകാരെ കയ്യിലാണുള്ളത്. ഒരു വികസനം വരാത്തൊരു വാർഡാണ്. ആളുകൾ നല്ല പ്രതിഷേധവുമായിട്ടാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറയണത്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെ കയ്യിലല്ലായിരുന്നോ. അപ്പോൾ റോഡൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണുള്ളത്. കുടിവെള്ള പദ്ധതി ഇല്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഒരു ഉൾപ്രദേശമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാലം വരെ ഒരു മാറ്റങ്ങളും അവിടെ വന്നിട്ടില്ല. അവിടെ ഈ കുടുംബ ഇതായിട്ടിങ്ങനെ നിലനിന്ന് പോണ ഒരു ഇതാണ്. അപ്പോൾ അവരിങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു വികസനവും അവിടെ ഇല്ല. ആളുകൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ വർഷം ആളുകൾ ഈ ജനങ്ങളുടെ പ്രതിഷേധം മുഴുവൻ വോട്ടായി LDFന് അനുകൂലമായി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണോ? യെസ്. എല്ലാവരും എന്നോട് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നാൽ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും. പക്ഷെ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, ഞാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനങ്ങളാണ് വലുത്, അല്ലാതെ പാർട്ടി വേറുള്ളതല്ല. ജനങ്ങളിലേക്ക് ചെല്ലുക, ജനങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഇനിയുമുള്ള വർഷങ്ങളിലും മുന്നിൽ തന്നെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയുന്ന രോഗമായിരിക്കും അല്ലേ? എല്ലാ പ്രവർത്തനത്തിനും എല്ലാവരോടൊപ്പം എന്ത് വേണമെങ്കിലും പറഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഞാൻ കുറേ കാലമായിട്ട് ഒരുപാട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളാണ്. അതൊക്കെ നമ്മൾ സക്സസ് ആയിട്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളുടെ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ബഡ്സ് സ്ഥാപനത്തിൽ മകൾ ബഡ്സിലാണ് പഠിക്കുന്നത്. ആ ബഡ്സിനെ പറ്റി ഒരുപാട് പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഇതിൽ വന്നാൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. ഏത് വാർഡിലാണ്? വാർഡിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ മാറാക്കര പഞ്ചായത്തിലെ 21ാം വാർഡിലാണ്. എൻ്റെ പേര് ഷാജു എന്നാണ്. ഫസ്റ്റ് ഘട്ടം എന്ന രീതിയിൽ എല്ലാ വീടുകളും സന്ദർശിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതുപ്രകാരം എല്ലാ വീടുകളിലും ഉള്ള ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ കാണാൻ ശ്രമിച്ചു. അവരുടെയൊക്കെ തന്നെ അഭിപ്രായം കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ മറ്റിതിലേക്ക് കടന്നിട്ടുള്ളത്. എല്ലാവരും ചെല്ലുമ്പോഴുണ്ടായിരുന്ന വളരെ സന്തോഷത്തിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അത് 21ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര ഭാഗം, അതുപോലെ ഒരു കുത്തനെ ഉള്ളൊരു ഭാഗമാണ്. ആ ഭാഗങ്ങളിൽ മുകളിൽ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒക്കെ റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊക്കെ അടുത്ത് തന്നെ ഈ പൈപ്പിടലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്, റെഡിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വിജയിച്ചു വരികയാണെങ്കിൽ ചെയ്യാനുള്ള ഒരു പദ്ധതികളുടെയൊക്കെ രൂപരേഖയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? അവിടെ 21ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷീര കർഷകരും അതുപോലെ തന്നെ ഒരുപാട് കർഷകരും താമസിക്കുന്ന ഒരു വാർഡാണ്. അവർക്ക് കർഷക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് വേണ്ട ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തും. അതുപോലെ തന്നെ അവിടെ ഇടങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യങ്ങളും കൃഷിക്കാർക്ക് വലിയ രീതിയിലുള്ള പന്നി ശല്യങ്ങളൊക്കെ അവരെ എന്നോട് ചൂണ്ടിക്കാണിക്കേണ്ടായി.
അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ഒരുപാട് ബന്ധപ്പെട്ടിട്ടും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണന പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് നേരിട്ടുള്ളത്. തുടർ വികസന പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടത്താനുള്ളത്. ഒരുപാട് റോഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ട റോഡ് സൗകര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. വാർഡ് 16 കാടാമ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു മാറാക്കര പഞ്ചായത്തിലെ തന്നെ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലമാണ് കാടാമ്പുഴ. അപ്പോൾ ഈ ഒരു വാർഡിൽ മത്സരിക്കുകയാണ്. 20 വർഷമായിട്ട് LDF വിജയിച്ചു വരുന്ന ഒരു വാർഡുമാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു വിജയ സാധ്യത? അതിനപ്പുറത്തേക്ക് ഒരു എതിർ സ്ഥാനാർത്ഥിയും കരുത്തനായ ഒരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും ഏത് സ്ഥാനാർത്ഥിയും നമ്മൾ ആരും വില കുറച്ച് കാണാറില്ല. എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ശക്തിയുള്ള സ്ഥാനാർത്ഥികളാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് LDF ഈ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും, ഒരു സ്ഥലത്തു നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും. അതുപോലെ തന്നെയാണ് കാടാമ്പുഴയും. ഒരു സ്ഥാനാർത്ഥിയും അവിടെയെന്നല്ല, എല്ലാ സ്ഥാനാർത്ഥികളും ഞങ്ങൾ നല്ല ശക്തരായിട്ട് തന്നെ കാണുന്നത്. അതിലുപരി എല്ലാ വാർഡിലും ജയിക്കാനുള്ള പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ കാടാമ്പുഴയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ കാടാമ്പുഴ പറഞ്ഞത് എന്താ പറയുക, ഒരു ടൗൺ പ്രദേശം കൂടിയാണ്. മാറാക്കര പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് കാടാമ്പുഴ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മാറാക്കരയിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് തന്നെ കാടാമ്പുഴയാണ്. നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു വാർഡ് എന്നുള്ളതിലുപരി മാറാക്കര പഞ്ചായത്ത് അമ്പേ പരാജയമായിരുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാടാമ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് മുൻ MLA, കാലങ്ങൾക്ക് മുമ്പുള്ള MLA KT ജലീൽ കൊണ്ടുവന്ന ചില പദ്ധതികളല്ലാതെ ഇവിടുത്തെ MLAയോ ഈ മാറാക്കര പഞ്ചായത്തോ ഒരു തനതായ ഒരു പദ്ധതിയും എന്തുണ്ടില്ല, പുതിയതായിട്ട് അവിടെ വെച്ചിട്ടില്ല. ഒന്നാമത്തത് ഒരു ബാത്റൂം സൗകര്യങ്ങൾ അല്ലാതെ മറ്റുള്ള ആധുനിക സൗകര്യങ്ങൾ ഒന്നും കാടാമ്പുഴയ്ക്കകത്ത് ഈ പഞ്ചായത്തിനോ MLAക്കോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കാടാമ്പുഴ പുതിയ 16-ാം വാർഡാണ്. നിലവിൽ 14 ഇപ്പോൾ അത് 16 ആയിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങളെ ഇപ്പോൾ നിലവിലെ 15-ാം വാർഡ് കഴിഞ്ഞ പ്രസിഡൻ്റ് ഉൾക്കൊള്ളുന്ന 15-ാം വാർഡിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളേക്ക് വന്നിട്ടുള്ളത്. കാടാമ്പുഴ 14-ാം വാർഡിലേക്ക് അല്ല 16-ാം വാർഡായിട്ടുള്ളതിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 15-ൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ പ്രസിഡന്റ് തിരിഞ്ഞു പോക്കാത്ത കഴിഞ്ഞ പ്രസിഡന്റ് ഒരു 5 വർഷം മുമ്പുള്ള റോഡ്, പനിച്ചിക്കുണ്ട് റോഡ്, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ACRFിൽ നിന്ന് പനിച്ചുകൊണ്ട് പോകുന്ന റോഡുണ്ട്. അതൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള റോഡാണെന്ന്. അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഗതാഗത സൗകര്യം തീരെ ഇല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ വളരെയധികം എന്താ പറയുക, ഒരു ദുഃഖിച്ച ഒരു 5 വർഷം ഒരു ദുഃഖത്തോടെ കടന്നു പോയ ഒരു 5 വർഷമാണ് അവർ പറയണത്. അപ്പോൾ അവിടെ എല്ലാമുള്ള ഒരു ഭയങ്കര എന്താ പറയുക, അത്രയും അത്യുന്നതമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളെ വാർഡായിരുന്നു 14-ാം വാർഡ് കാടാമ്പുഴ വാർഡ്. പഴയ 14, ഇപ്പോഴത്തെ പുതിയ 16. അതിൽ ചെറിയ 1-2 റോഡുകളാണ്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, അവിടെ യാതൊരു പ്രശ്നങ്ങളോ റോഡുമായി ബന്ധപ്പെട്ടോ മറ്റു കുടിവെള്ളവുമായി ബന്ധപ്പെട്ടോ ആധുനിക സൗകര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അവിടെ അറിയാം. നിങ്ങൾക്ക് നേരിട്ട് പോയാൽ അന്വേഷിച്ചാൽ അറിയാം. അവിടെ ഓരോ കുടുംബങ്ങളിൽ ചോദിച്ചാൽ അറിയാം. കഴിഞ്ഞ മെമ്പറോ അല്ലെങ്കിൽ മെമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അവിടെ പോയി ചോദിച്ചാൽ അറിയാം. അതിൻ്റെ ഒരു പൂർണ്ണ സപ്പോർട്ട് നമുക്കുണ്ട്. അവിടെ 1-2 റോഡുകളാണ്. നീരിടി റോഡ് ഒരു ചെറിയ കുണ്ടും കുഴികളുണ്ട്, അതിനുള്ള കാര്യം തന്നെയാണ്. ആ റോഡ് നിലവിലെ കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് അതിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട്. ആ റോഡും ഒരു UP സ്കൂളിലെ റോഡും, ആ 2 റോഡും ചെറിയ കുഴികളുള്ളത് റോഡ് അത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളെ വാർഡിനകത്തുള്ളത്. ആ 2 റോഡും ടെൻഡർ ആയിട്ടുള്ളതാണ്. ആ റോഡ് ഇലക്ഷൻ്റെ ഡിക്ലെയർ വന്നതിന് ശേഷം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടാണ്. മഴ കാരണവും നിർത്തിവെച്ചിട്ടുണ്ട്. എന്തെന്നാലും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനടി ആ റോഡ് ചെയ്യുന്നതാണ്. അവിടെ വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ ഒന്നാമത്തത്, ഞാൻ അവിടെ ജനിച്ചു വളർന്ന് കളിച്ച് നടന്ന എൻ്റെ സ്ഥലം കൂടിയാണ്. ഞാൻ അറിയാത്തൊരു വീടോ ഒരു പ്രദേശമോ ഒരാൾ പോലും അവിടെ ഇല്ല. അതാണ് എനിക്ക് കിട്ടാവുന്നൊരു മെജോറിറ്റി. എല്ലാവരും എൻ്റെ ഒരു മകനെ പോലെ എല്ലാവരും ഒരു കുടുംബത്തിൽ എവിടെയും കയറി ചെല്ലാൻ, ഏത് രാത്രിയും നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു എന്താ പറയുക സമ്മതമുള്ള നാടാണത്. അതിൻ്റെ ഒരു മെജോറിറ്റി എനിക്കുണ്ട്. നല്ല പൂർണ്ണ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു 87 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇലക്ഷനിൽ. ഇതിൽ 200 പരം വോട്ടിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനു മാത്രമുള്ള സപ്പോർട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിലവിൽ അവിടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണ്. കുട്ടികൾക്കൊരു കളിക്കളം ഇല്ലാത്തൊരു സാഹചര്യം, മകൻ ഉൾപ്പെടെ. യെസ്,
അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടി ഒരു ഇറ്റലിയിലൊക്കെ പോയതാണ്, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾക്ക് കളിക്കാനുള്ള വളർന്ന ഒരു കുട്ടികൾ കളിക്കാൻ ഈ മാറാക്കര പഞ്ചായത്തിൽ എവിടെയും ഞാൻ മനസ്സിലാക്കുന്ന എവിടെയും ഒരു കളിക്കളം നിർമ്മിക്കാനോ അതിൻ്റെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനോ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ 63 വർഷമായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തിനകത്തും ഒരു സ്റ്റേഡിയം എന്നുള്ള നിലയിലേക്ക് മിനിസ്റ്റർ പ്രഖ്യാപിച്ചതാണ്. മറ്റുള്ള നമ്മൾ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ പോലും ലീഗ് ഭരിക്കുന്ന ചില പഞ്ചായത്തിൽ പോലും അവരതിനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ മാറാക്കര പഞ്ചായത്തിൽ തിരിച്ചും എന്താ പറയുക മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് അവിടെ വയ്ക്കുന്നത്. അവർക്ക് അഴിമതി നടത്താനുള്ള വല്ല പദ്ധതിയുമുണ്ടോ എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ നടക്കുന്നത്. അല്ലാത്ത ഒരു പദ്ധതിയും നാടുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതികൾക്കും അവർ തയ്യാറല്ല. അതാണ് സത്യം. എനിക്ക് അവിടെ ഒരു കളിക്കളം കാടാമ്പുഴ ബേസ് ചെയ്ത് ഒരു കളിക്കളം കൊണ്ടുവരണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ഒരു ജിമ്മ്, ഒരു ഓപ്പൺ ജിംനേഷ്യം കാര്യമായിട്ട് കൊണ്ടുവരണമെന്നുള്ളത്. പിന്നെ കുടിവെള്ള പ്രശ്നം കാര്യമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. എന്നിരുന്നാലും അത് ശാശ്വത പരിഹാരമായിട്ട് അവിടെ ഒരു വെട്ടുതോടുണ്ട്. നമുക്കറിയാം, ഞങ്ങളുടെ വാർഡിനകത്താണ് ഒരു വെട്ടുതോട് സ്ഥിതി ചെയ്യുന്നത്. ആ വെട്ടുതോട് നമ്മുടെ ഒരു നവീകരിച്ച് നല്ലൊരു കുടിവെള്ള സ്രോതസ്സായി നിലനിർത്തണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനുള്ളൊരു നടപ്പാതയും അതുപോലെ തന്നെ എല്ലാവർക്കും വന്നിരിക്കാനുള്ള സ്ഥലമായി ഒരു പാർക്ക് രൂപത്തിൽ അവിടെ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത്. അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്നാണ് പറയാനുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, പൂർണ്ണത്തെ ആത്മവിശ്വാസത്തിലാണ്. അത് നമ്മൾ ഓരോ വീട് കയറുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടി വരുന്നതാണ്. ആത്മവിശ്വാസമല്ല, അത് ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വാർഡിലെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഞാൻ മാറാക്കര പഞ്ചായത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഒരു നിഷ്പക്ഷ രീതിയിൽ വിലയിരുത്തുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പല ഭാഗത്തും പല ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. എന്താണ് മാറാക്കര പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും എല്ലാ ആളുകളും പറയും ഒരു മാറ്റം മാറാക്കരയിൽ ആവശ്യമാണ്. 63 വർഷമായി ഒരു പാർട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു കുത്തക ഭരണം മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വികസനം ഉണ്ടാവില്ല. കാരണം എങ്ങനെ ആയാലും അവരെന്നെ ഉണ്ടാകുമ്പോൾ ഒരു മത്സരം ഉണ്ടാവില്ല. വേറൊരു പാർട്ടി അവിടെ വരുമ്പോഴാണ് അവിടെ ഒരു മത്സരം ഉണ്ടാവും, അവിടെ വികസനം ഉണ്ടാവുള്ളൂ. അത് സ്വാഭാവികമാണ്, നമുക്കൊക്കെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഏത് മനുഷ്യർക്കും നിഷ്പക്ഷമായ എല്ലാ ആളുകൾക്കും അറിയാം ഇവിടെ ഒരു മാറ്റം ആവശ്യമുണ്ട്. ഒരു മാറ്റത്തിൻ്റെ ഒരു കാഹളം മുഴങ്ങുന്നുണ്ട് ഇവിടെ. എല്ലാ ആളുകൾക്കും മാറ്റം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇവിടെ രൂപീകൃതമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ ഈ എല്ലാ വാർഡുകളിലും മാറാക്കര പഞ്ചായത്തിൽ കുടിവെള്ളമാണ് ഏത് വിഷയവും. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ആളെടുത്ത് പോയാലും അവർ പറയും കുടിവെള്ളം പ്രശ്നം പ്രോബ്ലമാണെന്ന്. ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം, ഈ കേന്ദ്ര സംസ്ഥാന ഫണ്ട് 25 കോടി രൂപ ഇവിടെ അനുവദിച്ചിട്ട് അതിൽ 13 കോടി രൂപയെ ഇവർ ചിലവാക്കിയിട്ടുള്ളൂ. ഒരു 45% ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏത് രൂപത്തിലായാലും അവിടെ അവർക്ക് കുറേ ഫണ്ട് ലാപ്സാക്കുക. നേരത്തെ ഇവിടുത്തെ ഒരു സ്റ്റേഡിയം നമുക്കറിയാം, എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയം ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേഡിയം ഇല്ല. പല രീതിയിലും നമുക്ക് ഒരു ശോചനീയ അവസ്ഥയാണ് ഈ ഒരു മാറാക്കര പഞ്ചായത്തിൽ. അപ്പോൾ ഇവിടെ LDF തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണം ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ, എങ്ങനെയുണ്ട് റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തനവും ആളുകൾ അതെല്ലാം വോട്ടായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ടോ? റെഡ് സ്റ്റാർ മാറാക്കര രൂപീകരിച്ചതിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ സംസ്ഥാന തലം വരെ അറിയപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് സ്റ്റാറിന് ഇപ്പോൾ വലിയൊരു ആംബുലൻസ് ഉണ്ട്, ഹോം കെയർ വാഹനമുണ്ട്. 2 പേര് ഹോം കെയറിൽ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഹോം കെയർ ടീം അവരെ കൂടെ വേറെയുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ സർവീസ് ഫ്രീ ആയിട്ടാണ്. പിന്നെ സ്റ്റാഫ് ഉണ്ട്. ഏതൊരു ആൾക്കും നമ്മുടെ ഈ ഓഫീസിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു അപേക്ഷ കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലുപരി മികച്ചൊരു ഹോം കെയർ ടീമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളൊരു വോട്ടാക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഈ ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കിയാൽ മതി റെഡ് സ്റ്റാറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മികവുറ്റത് എന്ന് ആർക്കും പറയാം. എതിരാളികൾ പോലും നമ്മുടെ അംഗീകരിച്ച് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു CH സെൻ്ററും കൂടി വന്നിട്ട് ആര് വന്നതിന് അവർ നമുക്ക് കുറ്റമല്ല പറഞ്ഞ്. ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആര് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എത്ര വന്നു കഴിഞ്ഞാലും
അത് ഇതാവില്ല. നമ്മുടെ ജീവിത രീതിയാണ് ഒന്നാമത്തെ പ്രശ്നങ്ങൾ, ഇതിങ്ങനെയൊക്കെ രോഗങ്ങൾ വരാനുള്ളൊരു കാരണം. പക്ഷേ റെഡ് സ്റ്റാർ നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞാൻ ഈ AC നിരപ്പ് ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഫുട്ബോളറായിരുന്നു. ഞാൻ അന്ന് കണ്ട ഒരു സ്വകാര്യ വ്യക്തിയുടെ ഈ ഗ്രൗണ്ട് എന്നല്ലാതെ അതിൽ ഒരു മാറ്റങ്ങൾ ഇന്നേ വരെ ഒരു പഞ്ചായത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഒരു കേരളോത്സവം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ അതാത് പഞ്ചായത്തുകളിൽ വിപുലമായ നല്ല രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ കുറച്ച് ആളുകളെ ടീമുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ ആളുകൾക്ക് അത് ഒരു പേരിന് മാത്രം നടത്തി അതിൻ്റെ ഫണ്ടും തട്ടിയെടുക്കുന്ന ഒരു സ്വഭാവം എന്നല്ലാതെ, മാറാക്കര എന്ന ഒരു ഗ്രാമീണ മേഖലയാണ്, ടൗണായിട്ട് നിരന്തരം ആളുകളുടെ ശല്യങ്ങളോ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇതൊന്നും ഇല്ലാതെ അതൊരു മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ യുവാക്കൾ ഈ മൊബൈലിൽ തോണ്ടി കളിക്കുന്നത് മാറി നല്ലൊരു ആരോഗ്യപരമായിട്ട്. അപ്പോൾ ഇവിടെ സംസ്ഥാന ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റഹീം പോലെയൊക്കെയുള്ള പ്ലെയർ ഇവിടെ ഉണ്ടായ ഒരു സ്ഥലമാണിത്. എന്നിട്ട് ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ഈ സ്വകാര്യ വ്യക്തികളുടെ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്നിട്ടുള്ള അത്രയും പോലുള്ള പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു ഗ്രൗണ്ടിനെ സപ്പോർട്ട് ചെയ്യാനോ യുവാക്കളെ മനസ്സറിയാനോ ഇവർ ശ്രമിച്ചില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് അവർക്ക് തന്നെ വോട്ട് കൊടുത്തു. അതൊരു മാറ്റം ഇത്തവണ ഉണ്ടാവും എന്നുള്ളത് ഓരോ ജനങ്ങളും പറയുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റി പ്രതിഫലിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. മാറാക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് നമ്മൾ കണ്ടത്. UDF സ്ഥാനാർത്ഥികളെയും LDF സ്ഥാനാർത്ഥികളെയും അണികളെയും വോട്ടർമാരെയും എല്ലാം നമ്മൾ കണ്ടു. ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഇനി ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ നാളെ നമ്മളുടെ പര്യടനം നാളെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലാണ്. അവിടുത്തെ വികസനവും വികസന മുരടിപ്പും എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം. അതുവരേക്കും ബൈ.